വിമാനം വൈകിയതിന്റെ പേരിൽ കേസ് കൊടുത്താൽ അതൊക്കെ എന്ന് തീരാനാ, എന്ന് നഷ്ടപരിഹാരം കിട്ടാനാ? എന്നാൽ ഇങ്ങനെ കേസ് കൊടുത്ത ഒരു സൗദി പ്രവാസിക്ക് നഷ്ടപരിഹാരം നൽകാനായിട്ട് തിരുവനന്തപുരം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിലൂടെയാണ് ഇദ്ദേഹം ഈ ഒരു നഷ്ടപരിഹാര തുക നേടുന്നത്. 2017 സെപ്റ്റംബർ മാസത്തിലാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. സൗദിയിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഇദ്ദേഹം അവധിക്കായിട്ട് നാട്ടിലെത്തുകയാണ്. തിരിച്ചു പോകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് സൗദിയിലേക്കുമായിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വിമാനം 2 മണിക്കൂർ വൈകുകയും മുംബൈയിൽ നിന്ന് ഇദ്ദേഹത്തിന് സൗദിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റ് മിസ്സാവുകയും ചെയ്യുന്നു. ഈ തിരുവനന്തപുരത്ത് നിന്ന് മുംബൈയിലേക്കുള്ള വിമാനം വൈകുന്ന സമയത്ത് അവിടുത്തെ ഒരു ജീവനക്കാരനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് എങ്ങാനും മുംബൈയിൽ നിന്നുള്ള വിമാനം മിസ്സാവുമോ എന്ന്. അതിന് ആ ജീവനക്കാരൻ ഇല്ല എന്നുള്ള മറുപടിയാണ് നൽകുന്നത്. വിമാനം മിസ്സായതുകൊണ്ട് തന്നെ സാധാരണക്കാരനായിട്ടുള്ള ഇയാൾക്ക് വീണ്ടും ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യേണ്ടി വരുന്നു. വലിയൊരു നഷ്ടം ഉണ്ടാകുന്നു. ഈ വിമാനം വൈകിയത് മുൻകൂട്ടി അറിയിച്ചില്ലെന്നും സേവനത്തിൽ വീഴ്ച വരുത്തിയെന്നും ചൂണ്ടിക്കാണിച്ചാണ് ഇയാൾ പരാതി കൊടുക്കുന്നത്. നീണ്ട 9 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 1,36,000 രൂപ എയർ ഇന്ത്യ ഇയാൾക്ക് നൽകണമെന്നാണ് ഈ തർക്ക പരിഹാര കമ്മീഷൻ വിധിയായിട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്.